അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠം വഖീല മൻ റാഖ് എന്ന് പറയുന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിച്ച് അതിനുശേഷം അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ഈ ഹെഡിങ്ങിൽ തന്നെ ഈ പാഠത്തിൻ്റെ സൂചനയുണ്ട്. സക്തയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സക്ത്ത്, പിന്നെ വസ്ല്, വഖഫ്, ഖത്അ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് വഖഫ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെ നിർത്തണം, എവിടെ നിർത്താൻ പാടില്ല, അതുപോലെ തന്നെ ഓരോ നിർത്തുന്നതിനും പറയുന്ന പേരെന്താണ്, ചേർത്തി ഓതുന്നതിന് എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. സഅദ് നല്ല ഓത്തുകാരനാണ്, നല്ല സ്വരം, നല്ല ശൈലി. ഒരു ദിവസം അവൻ ശ്വാസം വിടാതെ പ്രയാസപ്പെട്ട് ആയത്ത് ഓതി തീർക്കുന്നത് കണ്ട ഉസ്താദ് ചോദിച്ചു, അത്ര പ്രയാസപ്പെടണോ, ഇടയ്ക്ക് നിർത്തിക്കൂടേന്ന്. സഅദ് നല്ല ഓത്തുകാരനാണ്, നല്ല സ്വരമാണ്, നല്ല ശബ്ദമുണ്ട്, നല്ല ശൈലിയുണ്ട്, ഖുർആനിന് നല്ല ശൈലിയുണ്ട്. ഒരു ദിവസം അവനെങ്ങനെ ശ്വാസം വിടാതെ പ്രയാസപ്പെട്ട് ആയത്ത് ഓതി തീർക്കുന്ന ആര് കാണാണ്? ഉസ്താദ് കാണുകയാണ്. അപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, അത്ര പ്രയാസപ്പെടണോ, ഇടയ്ക്കൊന്ന് നിർത്തിക്കൂടേന്ന് സഅദിനോട് ഉസ്താദ് ചോദിക്കാം. അപ്പോൾ പിന്നെ സഅദ് അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഉസ്താദിനോട്, ആയത്ത് അവസാനിക്കാതെ വഖഫ് ചെയ്യാൻ പറ്റുമോ? ആയത്ത് അവസാനിക്കാതെ ആയത്തിൻ്റെ ഇടയ്ക്ക് നിർത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആയത്തിൻ്റെ അവസാനിക്കാതെ അതിൻ്റെ ഇടയിൽ നിർത്താൻ പറ്റുമോ എന്ന്. അപ്പോൾ ഉസ്താദ്, ആയത്ത് അവസാനിച്ചാൽ വഖഫ് ചെയ്യാം, ആയത്ത് അവസാനിച്ചാൽ എന്ത് ചെയ്യാം, വഖഫ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ അർത്ഥവും വാക്യവും പൂർത്തിയാകുന്നിടത്തും നിർത്താം. ആയത്തിൻ്റെ ഇടയിൽ അർത്ഥവും വാക്യവും പൂർത്തിയാകുന്നിടത്ത് എന്ത് ചെയ്യാം, നിർത്താം. അർത്ഥം പൂർത്തിയാകുന്ന ഭാഗത്ത്, വാക്യം പൂർത്തിയാകുന്ന ഭാഗത്ത് എന്ത് ചെയ്യാം, നിർത്താം. അവിടെയും എന്ത് ചെയ്യാം, വഖഫ് ചെയ്യാം. അർത്ഥവും വാക്യവും പൂർത്തിയാകാത്തിടത്ത് നിർത്തിയാൽ പൂർത്തിയാക്കുന്നിടം മുതൽ വീണ്ടും തുടങ്ങണം. അങ്ങനെ അർത്ഥവും വാക്യവും പൂർത്തിയാക്കാത്തിടത്ത്, ഇടയിൽ നമ്മളിങ്ങനെ ഓതണം, ഇടയിൽ ആയത്തിൻ്റെ അവസാനത്തിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ അർത്ഥവും വാക്യവും പൂർത്തിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പൂർത്തിയാവാതെ ഒരാൾ നിർത്തിയാൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ പൂർത്തിയാക്കുന്നിടം മുതൽ വീണ്ടും തുടങ്ങണം. അങ്ങനെ അർത്ഥവും വാക്യവും പൂർത്തിയാക്കാത്തിടത്ത് നിർത്തിയാൽ പൂർത്തിയാകുന്നിടം മുതൽ വീണ്ടും തുടങ്ങണം. അല്ലാതിരുന്നാൽ തെറ്റായ അർത്ഥം ഊഹിക്കാനിടവരും. എന്താ പറഞ്ഞ നമ്മളിവിടെ ഉദാഹരണ സഹിതം നോക്കുക. ഉദാഹരണമായി ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെ നിർത്തുകയാണ്? അതാണ് പറയുന്നത് എന്നതിൽ ലാ ഇലാഹ എന്നതിൽ നിർത്തി. അപ്പോൾ ലാ ഇലാഹ് എന്ന് ഹാഇന് സുക്കൂൻ ചെയ്തിട്ട് ഒരാൾ നിർത്തി. എത്താ അപ്പോൾ അതിൻ്റെ അർത്ഥം വരിക? അവിടെ നിർത്തിയാൽ, എന്നിടത്ത് നിർത്തിയാൽ ഇലാഹ് ഇല്ല എന്ന അർത്ഥമാണ് വരിക. ലാ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹില്ല, ആരാധ്യന് ഇല്ല എന്നുള്ള അർത്ഥം വരിക. ഇല്ലാഹു എന്ന് പറഞ്ഞാൽ ആ അർത്ഥം പൂർത്തിയാവുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹ് ഇല്ല എന്ന് പറയുന്നത് ഇല്ലാഹു എന്നുള്ളത് പൂർത്തിയാക്കണം. അപ്പോൾ ഒരാൾ ലാ ഇലാഹ് എന്ന് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയായോ? ഇലാഹില്ല എന്നല്ല അവിടെ അർത്ഥം വന്നത്, അപ്പോൾ അർത്ഥം പൂർത്തിയായില്ല. ഇത് വലിയ അപകടമാണല്ലോ. ഇലാഹില്ല, ആരാധ്യനില്ല എന്ന് പറയാം, അത് വലിയ അപകടമാണല്ലോ. അവിടെ നിർത്തിയാൽ ലാ ഇലാഹ മുതൽ വീണ്ടും ചേർത്തി ഓതണം. അപ്പോൾ ലാ ഇലാഹ് എന്ന് പറഞ്ഞതിൽ ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്ത് ചെയ്യണം? ഓതുന്ന സമയത്ത് ബാക്കി ഓതി പോയാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണോ? ലാ ഇലാഹ ശ്വാസം വിടാനുള്ള പ്രയാസം കൊണ്ട്, ശ്വാസം പിടിച്ചു നിർത്തിയതിൻ്റെ പ്രയാസം കൊണ്ട് കാരണം ചിലപ്പോൾ ലാ ഇലാഹി എന്ന് പറഞ്ഞിടത്ത് നിർത്തുന്നത്. ഞാൻ അവിടെ അഥവാ നിർത്തിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തോളണം? ലാ ഇലാഹ എന്ന് പറയുന്നിടത്ത് എന്ത് എടുത്തോതണം. അല്ലാതെ എന്താകരുത്, ഇല്ലാഹുവ എന്ന് പറഞ്ഞാൽ ഓതി പോകരുത്. ലാ ഇലാഹ് അവിടെ നിർത്തിയ ഒരാൾ എന്നിട്ട് പിന്നെ ഇല്ലാഹുവ പറഞ്ഞാണ്, അങ്ങനെ ഓതി പോകാൻ പാടില്ല. അതാണ് പറഞ്ഞത്, അർത്ഥം പൂർത്തിയാവുകയില്ല, അതാ പറഞ്ഞത്. ഇനി വറത്തിലിൽ ഖുർആന തർത്തീലൻ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അക്ഷരങ്ങളുടെ മഖ്റജും വഖഫും ഇബ്തിദാഉം അറിയുക എന്നതാണ്. വറത്തിലിൽ ഖുർആന തർത്തീല എന്നതിൻ്റെ തഫ്സീറിൽ ആര് പറഞ്ഞതാണ്? 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്താ വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അക്ഷരങ്ങളുടെ മഖ്റജ് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അടുത്ത വഖഫും ഇബ്തിദാഉം, ഖുർആൻ നിർത്തുന്നതും തുടക്കവും അതൊക്കെ എന്ത് ചെയ്യണം? അറിയണം. ഇതൊക്കെ അറിയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നാണ് അലി റളിയല്ലാഹു അൻഹു അതിന് തഫ്സീർ പറഞ്ഞത്. ഇനി
ഖുർആൻ പാരായണത്തിന് വഖഫ്, വസ്ല്, സക്കത്ത്, ഖത്ത് ഇങ്ങനെ 4 അവസ്ഥകളുണ്ട്. എത്ര അവസ്ഥകളുണ്ട് ഖുർആൻ പാരായണത്തിന്? വഖഫ്, വസ്ല്, സക്കത്ത്, ഖത്ത് ഇങ്ങനെ 4 അവസ്ഥകൾ. ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതുന്നതിന് വസ്ല് എന്നും, ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതുന്നതിന് വസ്ല് എന്നും. ശബ്ദവും മുറിക്കുന്നില്ല, പിന്നെ ശ്വാസവും മുറിക്കുന്നില്ല, അതിനാണ് എന്തെന്ന് പറയുന്നത്? വസ്ല് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു ആയത്ത് ഓതിപ്പോവാണ്, അതിൻ്റെ ഇടയിൽ നിർത്തുന്നില്ല. ഞാൻ ആയത്ത് പൂർത്തിയാകുന്നിടത്ത് നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആയത്ത് ഇങ്ങനെ ഓതി പോകുന്നതിനിടയിൽ ആയത്തിൻ്റെ അവസാനത്തെ അവിടെ നിർത്തിയില്ല, അവിടുന്ന് നമ്മൾ അടുത്ത ആയത്തും കൂട്ടി ഓതുകയാണ്. അങ്ങനെ ഓതുന്നതിനാണ് എന്താ പറയുക? വസ്ൽ എന്ന് പറയുക. ആയത്തിൻ്റെ ഇടയിലും നിർത്താതെ ആയത്തിൻ്റെ അവസാനവും നിർത്താതെ അങ്ങനെ തുടർന്ന് ഓതുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണെന്നാ പറയുക? വസ്ൽ എന്നാണ് പറയുക. ചുരുക്കി പറഞ്ഞാൽ ശബ്ദവും ശ്വാസവും മുറിക്കാതെ, ശബ്ദവും വിടുന്നില്ല, ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതുന്നതിന് വസ്ൽ എന്ന് പറയുന്നു. തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്നും പറയുന്നു. അങ്ങനെ തുടർന്ന് ഓതുമെന്ന ഉദ്ദേശത്തോടെ, അങ്ങനെയുള്ള ഒരു ആയത്തിൻ്റെ ഇടയിൽ നമ്മൾ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസം വിടാനുള്ള പ്രയാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആയത്തിൻ്റെ ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എടുത്ത് ഓതണം എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നിർത്തുന്നത്. അല്ലെങ്കിൽ ആയത്ത് പൂർത്തിയായതിന് ശേഷം തന്നെയാണ് നമ്മൾ നിർത്തുന്നത്. അങ്ങനെ അവിടുന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇനി ബാക്കി ഓതിപ്പോകുന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ആ ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന്, ശ്വാസം വിട്ടുകാണ്ട് ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? വഖഫ് എന്ന് പറയുന്നത്. ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന് സക്കത്ത് എന്നും, സക്കത്ത് എന്നും. എങ്ങനെ? ശ്വാസം വിടാതെ, ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന് സക്കത്ത് എന്ന് പറയുന്നു. ഓത്തുന്നതിനിടയിൽ സക്കത്തയുടെ ഭാഗം വന്നു കഴിഞ്ഞാൽ, സക്കത്തയുടെ അടയാളമാണ് ഇത്. അതിൻ്റെ മുകളിൽ ചെറിയൊരു സീനുണ്ടാവും. നമ്മളെ ഹെഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹെഡിങ്ങിനെ അവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ശ്വാസം അയക്കാതെ അല്പം അടങ്ങുക. നമ്മൾ ഓത്തിൻ്റെ ഇടയിൽ ആ സക്തയുടെ സ്ഥലം വന്നു കഴിഞ്ഞാൽ ഒന്ന് അടങ്ങുക, ഒന്ന് ശബ്ദം നിർത്തുക, ഒന്ന് സ്റ്റക്കാവുക. അവിടെ നമ്മൾ ഓത്തൊന്ന് നിർത്തുക, ശ്വാസം വിടാൻ പാടില്ല. ഒന്ന് നിർത്തി ഒരു അല്പസമയം നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യുക? ബാക്കി ഓതുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ താഴെ നമ്മൾ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, അവിടെ പറയുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ എന്താ സക്ത് പറഞ്ഞാൽ? ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിനാണ് സക്ത് എന്ന് പറയുന്നത്. ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഖത്ഇ എന്നും പറയുന്നു. ഓത്തിൽ നിന്ന് വിരമിക്കുക എന്താ? ഓത്തിൽ നിന്ന് ഒഴിവാകുക. അവൻ ഓത്ത് നിർത്തുകയാണ്. അതിനെക്കുറിച്ചാണ് എന്തെന്ന് പറയുക? ഖത്ഇ എന്ന് പറയുന്നത്. ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഖത്ഇ എന്നും പറയുന്നു. ഇനി ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് സക്ത് ചെയ്ത് പാരായണം ചെയ്യേണ്ടത്. ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് എങ്ങനെ പാരായണം ചെയ്യേണ്ടത്? സക്ത് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് ആ സ്ഥലം? ഒന്ന് അൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലാണ്. നമ്മൾ വെള്ളിയാഴ്ചക്ക് ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിലാണ് ഒന്നാമത് വന്നിട്ടുള്ളത്. ഏതാണത്? വലം യജ്അൽ ലഹു ഇവജാ. അവിടെ നിർത്തിക്കാണ്ട് ഓതഞ്ഞ് ചേർത്തി ഓതുകയാണെങ്കിലാണ് അവിടെ സക്ത് വരിക. ഇവിടെ കണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുകളിലൊരു സീന് കണ്ടില്ലേ? അപ്പോൾ എങ്ങനെ ഓതുക അവിടെ? വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. ഇവജ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റക്കാകുന്നു, ശ്വാസം വിടുന്നില്ല. ഒന്ന് സ്റ്റക്കായതിനു ശേഷം ബാക്കി നമ്മൾ എടുത്തു ഓതുന്നു. അങ്ങനെയാണ് സക്ത് പാരായണം ചെയ്യേണ്ടത്. അടുത്തത് യാസീനിൽ നിന്നുള്ളതാണ്. നമ്മളെപ്പോഴും യാസീൻ ഓതുന്നതാണ് അല്ലേ? എല്ലാ വിഷയങ്ങൾക്കും ഖുർആനിൻ്റെ ഹൃദയമാണ് ഇത് യാസീൻ. ആ യാസീൻ ഓതുന്ന അതിൽ എവിടെ ഉണ്ട് ഒരായത്ത്? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഈ ആയത്തിൽ എന്തുണ്ട്? സക്തയുണ്ട്. ഇവിടെ കാണുന്നില്ല യാസീന്. അപ്പോൾ ഇവിടെ സക്ത ചെയ്തിട്ടാണ് ഓതേണ്ടത്. നമ്മളങ്ങനെ ഓതലുണ്ടോയെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ആ നിയമം പാലിക്കാതെയായിരുന്നു ഓതിയിരുന്നെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് ഓതണം. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഓതുക? മിമ്മർഖദിന ഹാദാ, മിമ്മർഖദിന ഹാദാ. മർഖദിന എന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടുന്നില്ല കേട്ടോ, വഖഫ് ചെയ്യുന്നില്ല നമ്മൾ. പിന്നെ അല്പസമയം ഒന്ന് അടങ്ങുന്നു. ആ അടങ്ങിയതിന് ശേഷം അല്പസമയം ഒന്ന് സ്റ്റക്കായതിന് ശേഷം ബാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? തുടർന്ന് ഓതുകയാണ്. മിമ്മർഖദിന ഹാദാ. ആ രൂപത്തിലാണ് സക്ത ചെയ്തു ഓതേണ്ടത്. ഇനി അടുത്തത് സൂറത്തുൽ ഖിയാമയിലാണ്. വഖീല മൻ റാഖ്, വഖീല മൻ അല്ല, സക്തയുടെ ചിഹ്നം അവിടെ ഉണ്ട്. മൻ എന്ന് പറഞ്ഞിടത്ത് സ്റ്റക്കാകുന്നു, പിന്നെ ബാക്കി ഓതുന്നു. ഒരല്പം അടങ്ങുന്നു, ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നു. വഖീല മൻ റാഖ്. ഇനി അടുത്ത് കല്ലാ ബൽ റാന, കല്ലാ ബൽ. അലാമിൻ്റെ മുകളിലാണെന്ന് സക്തയുടെ ചിഹ്നം സീന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൽ എന്ന് പറയുന്നിടത്ത് ഒന്ന് സ്റ്റക്കാകുന്നു, ശേഷം
ചേർത്തി ഓതുന്നു. ശ്വാസം വിടാതെ അല്പം അടങ്ങുക. ഇൻഷാ അല്ലാഹ് ഇത് ഒരു ഉസ്താദിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകുക. തജ്വീദിൻ്റെ നിയമങ്ങൾ, ഖുർആൻ പാരായണം പഠിക്കേണ്ടത്, തജ്വീദ് പഠിക്കേണ്ടത് ഒരു ഉസ്താദിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള രൂപങ്ങളൊന്നും മനസ്സിലാകില്ല. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇതോടെ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. നക്തുബുൽ മാന ഉത്തരം എഴുതാനാണ്. വഖഫുൻ, എന്താ വഖഫ് പറഞ്ഞാൽ നിർത്തി ഓതുക. സക്ത്ത് അടങ്ങി ഓതുക, അടങ്ങി ഓതുക. വസ്ല് പറഞ്ഞാൽ ചേർത്തി ഓതുക. ഖത്ത് എന്ന് പറഞ്ഞാൽ വിരമിക്കുക. 2 നുക്കമ്മിൽ പൂർത്തിയാക്കാനാണ്, വിട്ടുഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1 ഖുർആനിലെ ആയത്ത് അവസാനിച്ചാൽ ഡാഷ് ചെയ്യാം, എന്ത് ചെയ്യാം? വഖഫ് ചെയ്യാം. 2 ഖുർആനിൽ ഡാഷ് സ്ഥലങ്ങളിൽ സക്ത് ചെയ്ത് ഓതണം. എത്ര സ്ഥലങ്ങളിലാണ്? 4 സ്ഥലങ്ങളിൽ. 3 ആയത്തിൻ്റെ ഇടയിൽ അർത്ഥവും വാക്യവും ഡാഷ് നിർത്താം. അർത്ഥവും വാക്യവും പൂർത്തിയാകുന്നിടത്ത് നിർത്താം. ഇനി നെസിൽ ചേരുമ്പടി ചേർക്കാനാണ്. വഖഫ്, സക്ത്, ഖത്ത്, വസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഡിസോർഡറായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓർഡറിലാക്കാം. 1 ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതൽ, ആൻസർ ഡി വസ്ൽ. 2 തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുക, ആൻസർ എ വഖഫ്. 3 ശ്വാസം അയക്കാതെ അല്പം അടങ്ങൽ, ആൻസർ ബി സക്ത. 4 ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിക്കൽ, ആൻസർ സി ഖത്ഇ. അതിന് ഖത്ഇ എന്നാണ് പറയുക. ഇനി 4 നുജീബ് ഉത്തരം എഴുതാനാണ്. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ആൻസർ അക്ഷരങ്ങളുടെ മഖ്റജും വഖഫും ഇബ്തിദാഉം അറിയുക എന്നതാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 2 വഖഫ് എന്നാൽ എന്ത്? ആൻസർ തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്ന് പറയുന്നു. 3 വസ്ല് എന്നാൽ എന്ത്? ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതുന്നതിന് വസ്ല് എന്ന് പറയുന്നു. 4 സക്തും ഖത്ഉം തമ്മിലുള്ള വ്യത്യാസം എന്ത്? ആൻസർ ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന് സക്ത് എന്നും ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഖത്ഇ എന്നും പറയുന്നു. 5 തഖ്സീസ്. 1 ഖുർആനിലെ സക്തിൻ്റെ 4 സ്ഥലങ്ങൾ കണ്ടെത്തി പാരായണം ചെയ്യുക. പാഠത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സൂറത്തിൽ എത്രാമത്തെ ആയത്താണെന്നൊക്കെ. അവിടെ നോക്കിയിട്ട് ആ സൂറത്ത് കണ്ടെത്തിയിട്ട് പാരായണം ചെയ്താൽ മതി. 2 സൂറത്തുൽ ബഖറയിലെ 62 ആയത്ത് മുതൽ 105 ആയത്ത് വരെ തജ്വീദ് നിയമങ്ങളോടുകൂടെ പാരായണം ചെയ്യുക. 3 ഹിഫ്ളാക്കാനുള്ളത് സൂറത്തുൽ യാസീനിലെ 7 ആയത്ത് മുതൽ 12 ആയത്ത് വരെയും സൂറത്തുൽ വാഖിയയിലെ 8 ആയത്ത് മുതൽ 14 ആയത്ത് വരെയും ഹിഫ്ളാക്കുക. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.